നടക്കുമ്പോൾ ഇങ്ങനെ ഞൊണ്ടി ഇങ്ങനെ നടക്കണം. ഇത് ഇട്ട് കഴിഞ്ഞ് ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ അല്ലേ. ഇന്നത്തെ വീഡിയോ ഡ്രസ്സൊന്നും അല്ല കേട്ടോ, മൊത്തം ഫുട്വെയർ കളക്ഷൻസ്. ഇപ്പോഴും ഫുള്ള് വന്നിട്ടില്ല, കുറച്ചൊക്കെ ഇനി വരാൻ കിടക്കുന്നുണ്ട്. എന്നാലും ഉള്ളത് വെച്ച് ഞാൻ കുറച്ച് കാണിക്കാം, ബാക്കി വരുമ്പോൾ പിന്നെ കാണിക്കാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതൊക്കെ ഈ ഡെയിലി വെയർ കളക്ഷൻസ് ആണ്. അതിൽ ജെൻസിൻ്റെ ഉണ്ട്, കിഡ്സിൻ്റെ ഉണ്ട്, ലേഡീസിൻ്റെ ഉണ്ട്. ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ ഫുട്വെയർ കളക്ഷൻ. ഒരു 700 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കളക്ഷൻസാണ്. അപ്പോൾ നമുക്ക് ഇപ്പം 4 വന്നിട്ടുണ്ട്. ഈ 4 ആദ്യം കാണിക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് വരുമ്പോൾ അപ്പോൾ നമുക്ക് കാണിക്കുന്നതായിരിക്കും. യെസ്, ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഫുട്വെയർ, ഇത് ആക്ച്വലി സ്പാർക്സ് ബ്രാൻഡിൻ്റെ ആണ്. ഇതിൻ്റെ ബോക്സൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞോട്ടെ. ഞാനല്ല കളഞ്ഞ, എൻ്റെ മോനാണ് കളഞ്ഞത്. അതിന് വേണ്ടി മേടിച്ചിട്ടുള്ളതാണ്. ഇത് ഒരുവിധം എല്ലാ കുട്ടികളുടെ കയ്യിലുണ്ടാവും. സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ കയ്യിലാണെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡായിരിക്കും മിക്കതും ഇതുണ്ടാവുക കേട്ടോ. അപ്പോൾ സ്പാർക്സ് ബ്രാൻഡിൻ്റെ ഞാനിതിൻ്റെ സൈസ് മേടിച്ചിരിക്കുന്നത് 7 ആയിരിക്കണം കുട്ടിക്ക്. യെസ്, 7 തന്നെയാണ് കേട്ടോ. അപ്പോൾ 7 ഇതിൽ തന്നെ ഷെയ്ഡ്സും വരുന്നുണ്ട്. സ്പാർക്സ് എന്നുള്ള ഒരു ബ്രാൻഡ് നമ്മളൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആമസോണിൽ ഒരുപാട് കളേഴ്സ്, ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് മോഡൽസ് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ 2 സ്ട്രൈപ്പായിട്ട് വരുന്നതുണ്ട്, ഇവിടെ 2 ഇതായിട്ട് ഇങ്ങനെ സൈഡ് ഫുൾ കവറായിട്ട് വരുന്നുണ്ട്, നടുക്കിൽ ഇങ്ങനെ വള്ളി വരുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഏതാ ഇഷ്ടമുള്ളത് നോക്കി മേടിക്കുക. ബ്രാൻഡിലാണല്ലോ കാര്യം. ബ്രാൻഡ് വൈസ് നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ബാക്ക് സൈഡൊക്കെ നോക്കിയേക്കണ്ട, നല്ല ഗ്രിപ്പ്, കുട്ടികൾക്കൊക്കെ ഓടാനും ചാടാനും നടക്കാനും ഒരു കംഫർട്ടബിൾ ആയിരിക്കും, അങ്ങനെ ഗ്രിപ്പുള്ളത്. പിന്നെ ഇത് ഈ സൈഡിൽ കൂടെയും നമുക്ക് വെയർ ചെയ്യാം എന്ന് വെച്ചാൽ ടോട്ടലി ഇത് ഓപ്പണേബിൾ ആണ് കേട്ടോ. ഈ സൈഡ് ഓപ്പണേബിൾ ആണ്, അതുപോലെ തന്നെ ഈ സൈഡും ഓപ്പണേബിൾ ആണ്. അങ്ങനെ ഇതൊരു മിലിറ്ററി ഗ്രീൻ ഷെയ്ഡാണ്, എൻ്റെ മിലിറ്ററി ഗ്രീൻ ആൻഡ് ബ്രൗൺ ഷെയ്ഡിൻ്റെ സ്പാർക്സ് ബ്രാൻഡിൻ്റെ ആണ്. ഇനി റേറ്റ് ഞാൻ മേടിച്ചത് ഒരു 500 സംതിങ് ആ ഒരു റേഞ്ചിലാണ് മേടിച്ചത്. പിന്നെ വീണ്ടും പറയുകയാണ്, ഇതിൽ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ കളർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഈ കളർ മേടിക്കുമ്പോഴാണ് എനിക്ക് 50 റുപ്പീസ് ഡെലിവറി ചാർജ് വരുന്നത്. ഇതിൻ്റെ കൂടെയുള്ള കളേഴ്സ് ആണെങ്കിൽ അതിൽ ഡെലിവറി ചാർജസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ കളർ നോക്കിയിട്ടാണ് ഞാൻ പിക്ക് ചെയ്തത്. അപ്പോൾ ഡെലിവറി ചാർജ് അവിടെ നോക്കിയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി കേട്ടോ. സിംഗിൾ ലിങ്കും അതുപോലെ തന്നെ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സും ഇതിൻ്റെ സൈസസൊക്കെ ചെറിയ സൈസ് തൊട്ട് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അടുത്തത് ഷൂട്ടോപ്പിയ ബ്രാൻഡ്. ഒരെണ്ണം ഉണ്ട് നമ്മുടെ. ഞാൻ സത്യം പറഞ്ഞാൽ ബോക്സ് വെറുതെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫുള്ളായിട്ടെന്ന് വെച്ചാൽ ആ ഒരു സ്പാർക്സ് ബ്രാൻഡിൻ്റെ മോൻ്റെ ആയതുകൊണ്ട് അവനത് ഓപ്പൺ ചെയ്തെടുത്തു. ഇത് നമ്മുടെ ഷൂട്ടോപ്പിയ ബ്രാൻഡിൻ്റെ ഞാൻ പാർട്ടി വെയറിൻ്റെ ഭയങ്കര പാർട്ടി വെയർ ആയാലും ശരി, ഷൂസ് ആയാലും അവരുടെ ഡെയിലി വെയർസ് ആയാലും എല്ലാം അതും നല്ല അടിപൊളി ആണ് കേട്ടോ. ഇനി ഷൂട്ടോപ്പിയ ബ്രാൻഡിൻ്റെ ഇവരുടെ പാക്കിങ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം എന്ന് പറയുമ്പോൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല രീതിയിലാണ് കേട്ടോ വന്നത്. ഇങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത്. അപ്പോൾ ഷൂട്ടോപ്പിയ ബ്രാൻഡിൻ്റെ സിമ്പിൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ. സിമ്പിൾ ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇത് സൈസ് ഞാൻ മേടിച്ചിരിക്കുന്നത് 7. നമുക്ക് 7 സൈസ് ആണെങ്കിൽ UK സൈസ് 40 ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് സാധാരണ ഒരു വള്ളി ടൈപ്പ് അല്ല കേട്ടോ, ഇതൊരു ലെതർ ടൈപ്പായിട്ട് എന്ന് പറയില്ലേ, സൈഡിൽ ഇങ്ങനെ ബക്കൾ, കുറച്ചുകൂടി അടുത്തേക്ക് വരാണെങ്കിൽ കറക്റ്റായിട്ട് കാണാം കേട്ടോ. ഇവിടെ കണ്ടോ ബക്കൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ലെതറിൻ്റെ ഡീറ്റെയിൽ. ഇതിപ്പോൾ ഒരു പിസ്ത ഗ്രീൻ ആ ഒരു ഷെയ്ഡാണ്. ഇതിൽ വൈറ്റ് വരുന്നുണ്ട്, പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്, 3-4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലാറ്റാണ്, എനിക്കിഷ്ടമായി കേട്ടോ ഇട്ട് വന്നപ്പോൾ. ഇനി എനിക്കൊരു ഡൗട്ടാണ് എൻ്റെ, ഉറപ്പ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ലെതറിൻ്റെ ആണ്. ഇത് ഇപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ നടക്കുമ്പോഴേ ഇതിന് ലൂസാവാനായിട്ട് ചാൻസ് ഉണ്ടാവുമോ, അങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഓടുന്നുണ്ട്. ഇനി ആരെങ്കിലുമൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ, ഇതിങ്ങനെ നിങ്ങൾക്ക് വല്ല അനുഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം ഞാൻ ഇടുമ്പോൾ ഇത് കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പാണല്ലോ, നമ്മൾ ഏത് ചെരുപ്പിട്ടാലും ചെറിയൊരു ലൂസ് ഫിറ്റ് നമുക്ക് ആവാറുണ്ടല്ലോ. ഇനി അതിൽ പെടുന്നതാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്തായാലും എനിക്കിഷ്ടമായി. റേറ്റ് വൈസ് ഓക്കെയാണ്. നമുക്ക് ഷൂട്ടോപ്പിയ എന്നുള്ള ബ്രാൻഡാണല്ലോ. അടുത്തത് നമ്മുടെ ബാറ്റ
ബാറ്റ എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ, അതിന് അത്യാവശ്യം റേറ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി ഞാൻ ഇത് ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ഒരു ബാറ്റ ഒരു ചെരുപ്പ് മേടിച്ചത്. ഇതിൻ്റെ ക്വാളിറ്റിയും അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഷൂ ടൈപ്പ് ആയതുകൊണ്ടേ നമുക്കൊരു ഡിസ്കംഫർട്ടബിൾ അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഫിറ്റിംഗ് വൈസൊക്കെ ഓക്കെയാണ്. ഇതാണ് ബാറ്റര. ഇതിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഷൂ ടൈപ്പാണ്. പിന്നെ ഈ കാണുന്നത് എലാസ്റ്റിക്കാണ് ഈ വരുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു മെറൂൺ ഷെയ്ഡാണ്, ഇതിലൊരു 3-4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഗ്രിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി മഴയായാലും വെയിലായാലും നമുക്ക് സുഖമായിട്ട്, എന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റാണ്, നമുക്കങ്ങനെ എന്താ പറയുക, ഈസി ആയിട്ട് ഡെയിലി വെയറിനായാലും ഓഫീസ് വെയറിനൊക്കെ ആയാലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് അടിച്ച് പൊളിച്ച് അങ്ങോട്ട് ഓടിച്ചാടി നടക്കാമെന്ന് പറയില്ലേ, ആ ഒരു പീസാണ് ഈ ഇത്. കാലും ഇട്ടാലും ഊരി പോവില്ല, തല്ലി ഊരാണെന്ന് പറയില്ലേ, അതുപോലത്തെ പീസാണിത്. അപ്പോൾ ലാർജാണ് ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ്. ഇതിൽ UK സൈസ് 7 എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ തന്നത് എനിക്ക് 6 ആണ്. പക്ഷേ ഇട്ട് വന്നപ്പോൾ ഫിറ്റിങ് കറക്റ്റാണ് കേട്ടോ. 6 ആണ് സൈസ്. ഇതിൽ സൈസ് 6 ആണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ 7 എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. വന്നത് തെറ്റിതാവാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ 7 പറയുമ്പോൾ അപ്പോൾ അവർക്കറിയാം എന്തായാലും ഒരു ഇത് വലുതാവും, അപ്പോൾ ഒരു സൈസ് ചെറുത് വീണ്ടും എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ 6 തന്നത്. എന്തായാലും ഇത് ഫിറ്റിംഗ് കറക്റ്റാണ് കേട്ടോ. 7ൻ്റെ ആ ഒരു സൈസ് വരുന്നുണ്ട്. മെറ്റീരിയലൊക്കെ അടിപൊളിയാണ്. ബാറ്റയാണല്ലോ, ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ ക്വാളിറ്റീനെ കുറിച്ചിട്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് വരുന്നത് എക്സി ലുക്സ്. ഈ ഒരു ബ്രാൻഡും നമ്മൾ ട്രൈ ചെയ്യാറുള്ളത് തന്നെയാണ് കേട്ടോ. എക്സി ലുക്സ് ഇത് ലേഡീസിൻ്റെയിലും നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇത് ബോക്സ് അടക്കമാണോ ഞാൻ കാണിക്കുന്നത്, പാക്കിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ. ഇത് ഭയങ്കര അടിപൊളി ഒരു പീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പീസാണ്. ഞാൻ ഇതെന്തായാലും ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. മറ്റതൊക്കെ ഇട്ട് നോക്കി തന്നെയാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടം കൂടിയെന്ന് പറയാനായിട്ട് കാരണം വേറെ ഒന്നും തന്നെയല്ല, ഇപ്പം പറഞ്ഞു തരാം. ഇതിൻ്റെ ആക്ച്വലി ഇത് ഫ്ലാറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഫ്ലാറ്റാണ്. ചെറിയൊരു ഹീല് ചെറുതായിട്ടുണ്ട്, പക്ഷെ ആ ഹീൽ അങ്ങനെ നമുക്ക് വലിയൊരു ഹീലായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനി ഇതിൻ്റെ മെയിൻ പ്രത്യേകത പറയുമ്പോൾ നമ്മളൊരു ചെരുപ്പ് ഇടുമ്പോൾ നമുക്ക് ഷൂ ബൈറ്റ് ഇല്ലാണ്ടിരിക്കണം, കംഫർട്ടായിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇട്ട് നടക്കണം. ആ ഒരു ചെരുപ്പാണ് ഇത്. ഇതിനെക്കുറിച്ച് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒന്നോടും അടുത്തേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവമില്ലേ, ഈ കാണുന്ന ഈ ചെറിയ ബോൾസൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സ്പോഞ്ചാണ് കേട്ടോ. നമ്മൾ കാലിടുമ്പോൾ ഈ മൃദുലമായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമെന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ്. നമ്മൾ പഞ്ഞിയിൽ ഇങ്ങനെ നടക്കാമെന്ന് പറയില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ ഈ ഒരു ചെരുപ്പ് ഇടുമ്പോൾ. ടോട്ടലി ഫ്ലാറ്റ് പീസാണ്. പിന്നെ ഇത് കംപ്ലൈൻറ്റ് വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇതേ സൈഡിലൊക്കെ ഇങ്ങനെ ഫുൾ നല്ല സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുൾ എല്ലാം നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസും ഇല്ല. ഇനി ഇതിൽ ബ്രൗൺ ഷെയ്ഡ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിൽ 3 ഷെയ്ഡ് അവൈലബിൾ ആണ്. ഒരെണ്ണം ബ്രൗൺ, പിന്നെ ടാൻ ഷെയ്ഡ്, പിന്നെ ഒരെണ്ണം വൈറ്റ് ഷെയ്ഡാണ് അവൈലബിൾ. അതിനനുസരിച്ച് ഇതിന് ഒരു പൊടിക്ക് റേറ്റ് ഉണ്ട്, ഒരു 800-700 ആ ഒരു റേഞ്ചിനും കൂടെ മേടിച്ചിട്ടാ. എൻ്റെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എൻ്റെ ഏറ്റവും ടോപ്പ് റേറ്റ് ഇതാണ്. ഇത് എന്താ പറയുക, സോളും അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും, ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നുകൂടി എനിക്ക് കാണിക്കാനുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് ഈ സൈഡിൽ കൂടെ മാത്രമല്ല പോയിരിക്കണേ, ഈ ഉൾ പോർഷൻ ഇവിടെ നിന്നും സ്റ്റിച്ചിങ് പോയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിങ് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും, ഒരു തരത്തിലും കംപ്ലൈൻറ്റ് വരില്ലാന്നേ. ഗോ ഓൺ. ഇത് 40 ആണ് സൈസ്, ലാർജാണ് ഞാൻ മേടിച്ചേക്ക്. നിങ്ങളുടെ സൈസ് ഏതാണെന്ന് വെച്ചാൽ അത് നോക്കിയെടുത്താൽ മതിയിട്ട്. സൈസസ് അവൈലബിൾ ആണ്. ഇനി സൈസ് നോക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയാൽ മതിയിട്ടാ. ബോൾഡ് ഫിറ്റ് ബ്രാൻഡിൻ്റെ ഫിറ്റ് എന്നുള്ള ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ജിം വെയറിൻ്റെ ഒക്കെ നല്ല മോഡൽസ്, നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ളത്, അവരുടെ തന്നെ ബാഗ്സ് ആയാലും ചെരുപ്പുകളായാലും എല്ലാത്തിലും നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ലൈറ്റ് വെയ്റ്റ്, ഒരു മെൻസിനും യൂണിസെക്സ് ആണ് കേട്ടോ. നമുക്ക് ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെരുപ്പ്. ഇത് നോർമലി നമുക്ക് ഒരുവിധം വലിയ ബ്രാൻഡുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ചെരുപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇതേ പോണു. ഇതാണ് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. അന്ന് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, ഒരു കംപ്ലൈൻറ്റ് ഇല്ല. ഇത് ബോൾഡ് ഫിറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ബാക്ക് സൈഡ് നല്ല ഗ്രിപ്പുള്ളത്. പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിച്ചാൽ പൊട്ട പ്ലാസ്റ്റിക് അല്ല, നമുക്ക്
മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാം, എല്ലാം കാലാവസ്ഥയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് 9 മെൻസ് വെയറിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത് ഹസ്ബൻഡിന് വേണ്ടി മേടിച്ചത്. അപ്പോൾ ഒരു 9 സൈസ്, 9 അല്ല ആക്ച്വലി 10 ആണ് വേണ്ടത്, പക്ഷേ 10 സൈസ് അതിൽ അവൈലബിൾ അല്ല. അപ്പോൾ 9 സൈസ് എടുത്തു. നമുക്ക് എക്സ്ചേഞ്ച് വേണമെങ്കിൽ ചെയ്യാമല്ലോ നോക്കിയിട്ട്, ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക്. ഇതന്നെ സെയിം ഓൾറെഡി ആൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി മേടിച്ചത് മാത്രം, അത് ഒരു ഏകദേശം 2 കൊല്ലം അത് കംപ്ലയിൻ്റ് ആയപ്പോൾ അതായത് ഇത് വീണ്ടും മേടിച്ചു. അപ്പോൾ അടിപൊളിയാണ്. പിന്നെ അപ്പം നമ്മൾ ഈ ഒരു ഇതിൽ നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലിപ്പോൾ കിഡ്സ് വെയർ ആയാലും ജെൻസ് ആയാലും മെൻസ് വെയർ ആയാലും ലേഡീസ് ആയാലും എല്ലാം. അതും അപ്പോൾ ലേഡീസിൻ്റെ ഒരു പാർട്ടി വെയർ നമ്മൾ ഇത്ര നേരം കാണിച്ചതൊക്കെ ഫ്ലാറ്റൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇത് ഒരു പാർട്ടി വെയർ കളക്ഷനും കൂടി നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഷൂട്ടോപ്പിയ എന്നുള്ള ബ്രാൻഡിൻ്റെ, ഷൂട്ടോപ്പിയ ബ്രാൻഡിൻ്റെ ഇതേ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് ബക്കൽ ടൈപ്പായിട്ട് ഒരെണ്ണം ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബക്കൽ ടൈപ്പ് അല്ലാത്തത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിൻ എനിക്ക് പറയാനുള്ളത് ഈ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ട് ഇവിടെ ബക്കൽ ടൈപ്പ്, ഇതിൽ ബക്കളില്ല. പിന്നെ ഇതിൻ്റെ ഹീലാണ് പറയാനുള്ളത്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹീല്. സൈസ് വരുന്നത് 7 ആണ് കേട്ടോ. ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് 40 UK സൈസാണ്. ബാക്ക് സൈഡ് ഇതാണ് വരുന്നത്. ഷൂട്ടോപ്പിയ ബ്രാൻഡ് കണ്ണടച്ച് ഞാൻ വിശ്വസിച്ച് മേടിക്കുന്ന ഒരു ബ്രാൻഡും കൂടെയാണ്. ചെരുപ്പിൻ്റെ ഒരു സെക്ഷനിൽ കേട്ടോ. ഫുട്വെയറിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ പിന്നെ ഈ സിൽവറിൽ ഇപ്പോൾ ഈ റെയിൻബോ ഇതിൽ തന്നെ നമുക്ക് ഒരു സിൽവർ കൂടാണ്ട് ഗോൾഡ് ഉണ്ട്, വേറെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. അതിൽ 3 ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ. ഫുട് വെയർ കളക്ഷൻസ് അപ്പോൾ നമ്മൾ ഒക്കെ റീസണബിൾ റേറ്റിനുള്ളതും പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതിനും, ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഹോണസ്റ്റ് റിവ്യൂ ആണ് നമ്മൾ ഈ പ്രാവശ്യം ഫുൾ ഇങ്ങനെ ഫുട് വെയറുടെ കളക്ഷൻസ് കാണിച്ചിരിക്കുന്നത്. അടിപൊളി പീസാണ് കേട്ടോ. എല്ലാം നല്ല എന്താ പറയുക, നമ്മൾ ഇട്ടാലും നല്ല ഇഷ്ടം തോന്നുന്ന ഒരു സംഭവമില്ല അത്. അപ്പോൾ ലിങ്ക് വേറെ ഒത്തിരിക്കും പോകണ്ട, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടും അതുപോലെ സിംഗിൾ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എക്സാക്റ്റ് കറൻറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇട്ട ഈ ഒരു ചെരുപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഈ ഒരു ചെരുപ്പിനെ കുറിച്ച് ഞാൻ കാലുമെന്ന് എടുത്ത് കാണിക്കായിരിക്കും ബെറ്റർ, ഒന്നുകൂടിയും നന്നാവും അതായിരിക്കും അല്ലേ. അപ്പോൾ കാലുമെന്ന് എടുത്തൊന്ന് കാണിക്കട്ടെ കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ഇട്ടിട്ട് ഒരു പരുവാക്കി മക്കളെ ഇത് കളയാറായിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ കുറേ യൂസ് ഇപ്പോൾ പാർട്ടി വെയറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ല. ഞാൻ ഇതിന് മുന്നും ഇത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ മുത്തുകളൊക്കെ സംഭവമില്ലേ, ഇതൊക്കെ നമ്മളിങ്ങനെ റഫ് യൂസായിട്ട് യൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ പോയിട്ടുള്ളത്. ഇതിങ്ങനെ ഒരഞ്ഞിട്ടും ഇങ്ങനെ കൂടുതൽ റഫ് യൂസാണ് കേട്ടോ മെയിനായിട്ട് ഇത് ചെയ്തത്. പാർട്ടി വെയറിനാണെങ്കിൽ ഇത് അടിപൊളി പീസായിരിക്കും. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡും കൂടി കാണിക്കാണ്ട് ഇത് ഒരു വിധം കളയാറായി, ഇനി ഇട്ടിട്ട് കാര്യമില്ല. കാരണം എന്താ ബാക്ക് സൈഡൊക്കെ കണ്ട ഒരു സൈഡൊക്കെ തേഞ്ഞു, ഒരു സൈഡ് ഇനി തേഞ്ഞു, ഒരു ഇതായി, രണ്ടും ഈ പരുവായിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇടാൻ പറ്റില്ല എന്ന് പറയണതിൻ്റെ റീസൺ വെച്ചാൽ രണ്ടിൻ്റെ ഹീല് കണ്ട, രണ്ടിൻ്റെ ഹീല് രണ്ടും രണ്ടായിട്ടാണ് കിടക്കണത്. ഒരെണ്ണം തേഞ്ഞത് കൂടിയായിട്ട് ഒരെണ്ണം തേഞ്ഞത് കുറഞ്ഞിട്ടു. അപ്പോൾ നടക്കുമ്പോൾ ഇങ്ങനെ ഞൊണ്ടി ഇങ്ങനെ നടക്കണം ഇത് ഇട്ട് കഴിഞ്ഞ്. പക്ഷെ എത്രയായാലും എനിക്കിത് കളയാൻ തോന്നുന്നില്ല. എന്താ സംഭവം വെച്ചാൽ ഇത് ഒരു തരത്തിലും എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ നമ്മൾ ഈ ചെരുപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ സ്റ്റിച്ച് വിടുക, അല്ലെങ്കിൽ ഇതിൻ്റെ സോള് വിട്ട് പോവുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ കളർ ഫെയ്ഡ് ആവുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ സാധാരണ ചെരുപ്പ് ഇങ്ങനെ കളയാറ്. ഇത് അങ്ങനെ ഒരു കംപ്ലൈൻറ്റേ വന്നിട്ടില്ല. നിൽക്കണ്ട, ഈ ഫുൾ സൈഡിൽ കൂടെ ആയാലും ഒക്കെ നല്ല സ്ട്രോങ് ആണ്. നിങ്ങൾ പാർട്ടി വെയറിനൊക്കെ നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ കുറച്ച് ആവശ്യത്തിന് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെയാണ് നിങ്ങൾ ഇത് യൂസ് ചെയ്യാനായിട്ട് നോക്കണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നല്ല അടിപൊളി സംഭവമാണ്. ഡെയിലി വെയറിനാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനാണെങ്കിൽ ഇത് വേണ്ട കേട്ടോ, ഇതുപോലെയാവും. പിന്നെ 2 കൽപ്പിച്ച് മേടിക്കുക, ഇഷ്ടം കൂടിയതുകൊണ്ടല്ലേ. JM ലുക്സ് എന്നുള്ള ബ്രാൻഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ. 40 ആണ് സൈസ് വരുന്നത്, എന്ന് വെച്ചാൽ UK സൈസ് 7 ആണ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഫുട്വെയറുടെ കളക്ഷൻസ് ആയാലും ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആയാലും എല്ലാതും കാണണമെങ്കിൽ ലൈഫ് ഫിഷൽ മീ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തവരൊക്കെ ആണെങ്കിൽ അവിടെ കിടന്നോട്ടെ. ഇനി ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നോട്ടിഫിക്കേഷനേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.